ഗൾഫിൽ ഒരു ക്യാൻസർ രോഗിയായ ഒരു പെണ്ണുണ്ട്. ക്യാൻസർ രോഗിയായ ഒരു അറബി പെണ്ണ്. ആ അറബി പെണ്ണിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഇന്തോനേഷ്യക്കാരിയായ ഒരു പെണ്ണ് ജോലിക്ക് വേണ്ടി വന്നു. അങ്ങനെയുണ്ടല്ല, ഇന്തോനേഷ്യക്കാരായ ഒരു പെണ്ണ് ജോലിക്ക് വേണ്ടി പോയി. എന്താ ജോലി? ഈ ക്യാൻസർ രോഗിയായ ഓപ്പറേഷന് കാത്തിരിക്കുന്ന ഈ അറബി പെണ്ണിനെ ശുശ്രൂഷിക്കുക, അതാണ് ജോലി. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പം തന്നെ ഈ ഇന്തോനേഷ്യക്കാരായ പെണ്ണുണ്ടല്ല, ബാത്റൂമിലേക്ക് പോയാൽ ബാത്റൂമിൽ നിന്ന് വരാൻ കുറച്ച് താമസം, കുറേ സമയം ബാത്റൂമിൽ ചെലവഴിക്കണം. അപ്പം ഈ അറബി പെണ്ണ്, രോഗിയായ ക്യാൻസർ രോഗിയായ അറബി പെണ്ണ് ചോദിച്ചു, അല്ല നീ എന്തിനാ ബാത്റൂമിൽ പോയിട്ട് വരാൻ ഇത്ര താമസം? അപ്പോൾ അറബി പെണ്ണതാ സങ്കടത്തിൻ്റെ കഥ പറയുകയാണ്. അറബി പെണ്ണിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്തോനേഷ്യക്കാരിയായ പെണ്ണ്, ഞാൻ ബാത്റൂമിലേക്ക് പോയാൽ വരാൻ താമസം എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ പ്രസവിച്ചിട്ട് 20 ദിവസമേ ആയിട്ടുള്ളൂ. പ്രസവിച്ച് 20 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇതാ ഗൾഫിലേക്ക് വരാനുള്ള സമയമായത്. എൻ്റെ വീട്ടിൽ ദാരിദ്ര്യമാണ്, ഈ ജോലി ഒരു പ്രതീക്ഷയാണ്, ഈ ജോലി നഷ്ടപ്പെടരുത് എന്ന് കരുതിയിട്ടു ചോരപ്പൈതലായ 20 ദിവസം മാത്രം പ്രായമുള്ള എൻ്റെ കുഞ്ഞിനെ എൻ്റെ ഉമ്മാനെ ഏൽപ്പിച്ചിട്ടാ ഞാൻ ഈ ജോലിക്ക് വേണ്ടി വന്നത്. ഇവിടെ വന്നപ്പോൾ മുലപ്പാൽ കെട്ടി നിൽക്കുന്നു, അത് പുറത്ത് കളയാനാണ് ബാത്റൂമിൽ ഞാൻ സമയം ചെലവഴിക്കുന്നത്. ഇതങ്ങ് പറഞ്ഞപ്പോൾ ക്യാൻസർ രോഗിയായ അറബി പെണ്ണിൻ്റെ മനസ്സങ്ങ് പേടിച്ചുപോയി. പടച്ചോനെ, ഒരു ചോരപ്പൈതൽ കുടിക്കേണ്ട മുലപ്പാലാണ് എൻ്റെ ബാത്റൂമിൽ, എൻ്റെ വീടിൻ്റെ ബാത്റൂമിൽ ഒഴിവാക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ആ പെണ്ണിൻ്റെ മനസ്സ് വേദനിച്ചു. അറബി പെണ്ണ് പറയുകയാ, ഇന്തോനേഷ്യക്കാരിയായ ജോലിക്ക് വേണ്ടി വന്ന പെണ്ണിനോട് പറയുകയാ, ഇനി നീ എൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കണ്ട, നീ നിന്റെ നാട്ടിലേക്ക് തിരിച്ചു പോ. 2 വർഷത്തേക്കുള്ള ശമ്പളം നിനക്ക് ഇന്ന് ഞാൻ എഴുതിത്തരാം. 2 വർഷം ഇവിടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ എത്ര പൈസയാണോ കിട്ടുന്നതെങ്കിലോ അത്രയും പൈസ തരാം.